മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന ചിത്രമാണ് ബറോസ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ മേൽ വലിയ പ്രതീക്ഷകളാണ് ആരാധകർ വെച്ചിരിക്കുന്നത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ റിലീസ് 2024 മാർച്ച് 28-നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ബോൺ ആക്ടർ എന്ന ടാഗിലാണ് മോഹൻലാലിനെ നിരൂപകരും ആരാധകരും ഒരുപോലെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ കുറച്ചു കാലങ്ങളായി താരത്തിന് വിമർശനങ്ങൾ മാത്രമാണുള്ളത്. പ്രശംസകളെക്കാളേറെ ഹേറ്റ് ക്യാമ്പയിനാണ് നടനെതിരെ നടക്കുന്നത്. 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 ശേഷം അധികം ഹിറ്റുകൾ മോഹൻലാലിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറങ്ങിയ നേര് 100 കോടി കളക്ഷൻ നേടി ഹിറ്റടിച്ചിരുന്നു. എന്നാൽ പിന്നാലെ എത്തിയ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്കെതിരെ കടുത്ത രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് നടന്നിരുന്നത്. എങ്കിലും സിനിമാ പ്രേമികൾ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ്. അഭിനയത്തിനൊപ്പം സംവിധായകനായി കൂടി മോഹൻലാലിനെ കാണാനുള്ള പ്രേക്ഷകരുടെ ആവേശം സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്നും വ്യക്തമാണ്. താരം സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ എപ്പോഴും ശ്രദ്ധ നേടാറുമുണ്ട്. ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആവുന്നത്. ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ ബറോസിന്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് മോഹൻലാൽ. ഹോളിവുഡ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചാണ് ഇക്കാര്യം മോഹൻലാൽ വ്യക്തമാക്കിയത്. ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് കിലിയൻ, ജൊനാഥൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. നടൻ പങ്കുവച്ച ചിത്രത്തിന്റെ പിറകിലെ സ്ക്രീനിൽ ബറോസ് എന്ന കഥാപാത്രമായ മോഹൻലാലിന്റെ മുഖവും കാണാം. സിനിമയുടെ റീറെക്കോർഡിംഗിന്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പൂർത്തിയായിരുന്നു. ബറോസിന്റെ സ്പെഷ്യൽ ഇഫക്ട് ഇന്ത്യയിലും തായ്ലൻഡിലുമായാണ് ചെയ്യുന്നത്. 2019 ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് 24-ന് ആയിരുന്നു. 3Dയിൽ അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ സംവിധായകൻ ജിജോ പുന്നൂസാണ് ബറോസിനും തിരക്കഥ ഒരുക്കുന്നത്. 40 വർഷത്തിന് മുമ്പെത്തിയ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ പ്രയോഗിച്ച ഗ്രാവിറ്റി ഇലൂഷൻ എന്ന ടെക്നിക് ബറോസിലും ഉപയോഗിച്ചിട്ടുണ്ട്. മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനത്തിലാണ് ഗ്രാവിറ്റി ഇലൂഷൻ ടെക്നിക് പരീക്ഷിച്ചത്. ക്യാമറ ഒരു കറങ്ങുന്ന സെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ആൾക്കാരുടെ സഹായത്തോടെ പതിയെ കറക്കുന്ന വിദ്യയാണിത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയിൽ മോഹൻലാലിന് 2 ഗെറ്റപ്പുകളാണ് ഉള്ളത്. പോർച്ചുഗീസ് പശ്ചാത്തലമുള്ള ഒരു പീരീഡ് സിനിമയാണ് ബറോസ്. വാസ്കോഡിഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ഒരു ഭൂതമാണ് ബറോസ്. വാസ്കോഡിഗാമയുടെ അമൂല്യ സ്വത്തിന്റെ കാവൽക്കാരനായ ബറോസ് 400 വർഷത്തിനിപ്പുറം ആ നിധി അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. പാസ് വേഗ, റാഫേൽ അമാർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 22-ലധികം തവണയാണ് താൻ ബറോസിന്റെ തിരക്കഥ തിരുത്തിയതെന്ന് മോഹൻലാൽ എഴുതിയ ബ്ലോഗിൽ പറഞ്ഞിരുന്നു. 2019 പ്രഖ്യാപിച്ച ചിത്രം 2022 റിലീസ് ചെയ്യുമെന്നായിരുന്നു ആദ്യം പ്രചരിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ ആ വർഷം ചിത്രം തിയേറ്ററുകളിൽ എത്തിയില്ല. 2023 സിനിമ റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ എത്തിയെങ്കിലും അതും നടന്നില്ല. ഈ വർഷം മാർച്ച് 28-നാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ ആദ്യ സംവിധാന സംരംഭമെന്ന നിലയിൽ വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകവും ആരാധകരും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.